ഇനി നമുക്ക് പഠിക്കാനുള്ളത് യാത്രക്കാരുടെ നിസ്കാരമാണ്. അത് വളരെ ശ്രദ്ധിക്കേണ്ടത് നമുക്കൊക്കെ ജീവിതത്തിൽ വളരെ അനിവാര്യമായി വരുന്നതുമായ ഒരു കാര്യമാണ്. അതിന് ചില നിബന്ധനകളും ചില സവിശേഷതകളും ഒക്കെ ഉണ്ട്. അത് ആദ്യമായി പഠിച്ചു വെക്കാം. സാധാരണഗതിയിൽ യാത്രക്കാരുടെ നിസ്കാരം ജമ്മ് കസർ, ജമ്മാക്കുക കസറാക്കുക എന്ന് പറയും. എന്താണ് ഈ ജമ്മും കസറും? വളരെ ലളിതമായി ഞാൻ വിശദീകരിക്കാം. മസ്അലകളുടെ നൂലാമാലയിലൂടെ പോവുകയല്ല, മറിച്ച് സാധാരണക്കാരന് മനസ്സിലാകുന്ന ശൈലിയിൽ നിങ്ങൾ കേൾക്കണം. നമുക്ക് യാത്രയുടെ സൗകര്യത്തിന് വേണ്ടി ഇസ്ലാം തന്ന ഒരു ഇളവാണത്. 4 റക്അത്തുള്ള നിസ്കാരം അത് 2 ആക്കി നിസ്കരിക്കുക, 2 റക്അത്ത് കൊണ്ട് അവസാനിപ്പിക്കുക. ഇതിനാണ് കസറാക്കി നിസ്കരിക്കുക എന്ന് പറയുന്നത്. ഉദാഹരണമായി ളുഹർ, അസർ, ഇശാ ഇത് 4 റക്അത്തുള്ള നിസ്കാരങ്ങളാണ്. അപ്പൊ ളുഹർ 2 നിസ്കരിച്ച് മതിയാക്കുക, അസർ 2 നിസ്കരിച്ച് മതിയാക്കുക, അതുപോലെ തന്നെ ഇശാ 2 നിസ്കരിച്ച് മതിയാക്കുക. ഇതാണ് കസർ. മഗ്രിബും സുബഹിയും കസറാക്കാൻ പറ്റില്ല എന്നർത്ഥം. ജമ്മാക്കുക എന്ന് പറഞ്ഞാൽ 2 സമയത്ത് നിസ്കരിക്കേണ്ട നിസ്കാരം ഒന്നിച്ചു ചേർത്ത് നിസ്കരിക്കുക. ഉദാഹരണം ളുഹർ, അസർ. ളുഹറിന്റെയോ അസറിന്റെയോ സമയത്ത് 2ഉം കൂടെ നമസ്കരിക്കുക. അതിനാണ് ജമ്മാക്കുക. എന്നതുപോലെ മഗ്രിബ്, ഇശാ. മഗ്രിബിന്റെയോ ഇശാന്റെയോ സമയത്ത് 2ഉം കൂടി ചേർത്ത് നിസ്കരിക്കുക. ഇതാണ് ജമ്മാക്കുക എന്ന് പറയുന്നത്. ഇനി ളുഹറിന്റെ സമയത്താണ് അസർ നിസ്കരിക്കുന്നതെങ്കിൽ അതിന് മുന്തിച്ച് ജമ്മാക്കുക എന്ന് പറയും. അസറിന്റെ സമയത്താണ് ളുഹർ ജമ്മാക്കി നിസ്കരിക്കുന്നതെങ്കിൽ പിന്തിച്ച് ജമ്മാക്കുക എന്ന് പറയും. മഗ്രിബിന്റെ സമയത്താണ് ഇശാ നിസ്കരിക്കുന്നതെങ്കിൽ മുന്തിച്ച് ജമ്മാക്കുക എന്ന് പറയുന്നു. ഇശാന്റെ സമയത്തേക്ക് മഗ്രിബ് അങ്ങോട്ടാണെങ്കിലോ പിന്തിച്ച് ജമ്മാക്കുക എന്ന് പറയും. ഇത് സാധാരണ മനസ്സിലാക്കാവുന്നതാണല്ലോ. ജമ്മാക്കുന്നതോടുകൂടി കസറാക്കാം, ജമ്മും കസറും ഒന്നിച്ചാക്കാം, ജമ്മാക്കാതെ കസറാക്കാം, കസറാക്കാതെ ജമ്മാക്കാം. എങ്ങനെ? ളുഹറും അസറും ജമ്മും കസറുമാക്കുന്ന എങ്ങനെ? ളുഹറിന്റെ സമയത്ത് ളുഹറും അസറും 2 റക്അത്ത് വീതം നിസ്കരിക്കുക, ജമ്മുമാക്കി കസറുമാക്കി. ജമ്മും കസറുമാക്കാൻ ചില പൊതു നിബന്ധനകൾ. എന്തൊക്കെയാണ് നിബന്ധന? 1, ദീർഘദൂര യാത്രയായിരിക്കണം. ചെറിയ യാത്രയിൽ പറ്റില്ല. ദീർഘദൂര യാത്ര എന്ന് പറഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് 132 കിലോമീറ്റർ ഉണ്ടാകണം, 82 മൈൽ, 2 മർഹല. മറ്റൊരു അഭിപ്രായ പ്രകാരം 125 കിലോമീറ്റർ, അതിൽ കുറവായാലും മതി എന്നൊക്കെ പണ്ഡിതാഭിപ്രായമുണ്ട്. പൊതുവെ കണക്കാക്കി വരുന്നത് 132 കിലോമീറ്റർ ആണ്. ഇതാണ് ഒന്നാമത്തെ നിബന്ധന. യാത്രയുടെ ദൈർഘ്യം ഒരു ഭാഗത്തേക്ക് മാത്രം, ടു ആൻഡ് ഫ്രോ അല്ല, ഒരു ഭാഗത്തേക്ക് മാത്രം. 2, യാത്രക്ക് ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കണം. ഏതെങ്കിലും ഒരു ലക്ഷ്യത്തിലേക്ക് പോകുന്ന യാത്രക്കാരനെ, വെറുതെ അന്തം വിട്ട് നാട് കാണാൻ നടക്കുന്നവരെ പറ്റില്ല. അതേസമയത്ത് ഒരു ലക്ഷ്യത്തിലേക്ക് ടൂർ പോവുകയാണെങ്കിൽ അത് പറ്റും. വെറുതെ അനന്തമായി സഞ്ചരിക്കുന്നവന് ജമ്മും കസറുമാക്കാൻ പറ്റില്ല. മൂന്നാമത്തേത്, യാത്ര അനുവദനീയ യാത്രയായിരിക്കണം. ഹലാലായ യാത്ര. വല്ലതും കട്ടോ അല്ലെങ്കിൽ നാടിൽ നിന്ന് ആരെങ്കിലും കൊന്നോ ഒളിച്ചോടി പോകുന്നവന് പറ്റില്ല. ദേശത്തിന്റെ അതിർത്തി വിട്ട് കടക്കണം. നമ്മുടെ സ്വന്തം മഹലിൽ വെച്ച് യാത്ര ആരംഭിക്കുമ്പോൾ വീട്ടിൽ വെച്ച് തന്നെ ജമ്മു കസറോ ആക്കാൻ പറ്റില്ല. നമ്മുടെ മഹലിന്റെ അതിർത്തി കടക്കുമ്പോഴേ യാത്രക്കാരനാവുന്നുള്ളൂ. അതുകൊണ്ട് മഹലിന്റെ അതിർത്തി കടന്നതിന് ശേഷമേ ചെയ്യാൻ പാടുള്ളൂ. 4 ദിവസം ഒരു സ്ഥലത്ത് താമസിക്കാൻ കരുതാതിരിക്കണം. നമ്മൾ ബോംബെയിലേക്ക് യാത്ര പോകുന്നു, നമ്മൾ ബോംബെയിൽ എത്തിയാലും നമ്മൾ യാത്രക്കാരനാണ്. പക്ഷെ ബോംബെയിൽ എത്തുന്നതോടുകൂടി നമ്മൾ 4 ദിവസം അവിടെ താമസിക്കാൻ കരുതി. ഞാനിവിടെ 4ഓ 5ഓ ദിവസം ഉണ്ടാകുമെന്ന് കരുതി. എന്നാൽ പിന്നെ ചെന്ന അന്ന് മുതൽ അവൻ പൂർത്തിയായി നിസ്കരിക്കണം. യാത്രയിൽ മാത്രം ജമ്മു കസറുമാക്കാം, ചെന്നാൽ പൂർത്തിയായി നിസ്കരിക്കണം. അതേസമയം അവിടെ അവൻ എത്ര ദിവസം താമസിക്കുമെന്ന് കരുതിയില്ല. അവൻ ഒരാവശ്യത്തിന് വന്ന, ഉദാഹരണമായി പാസ്പോർട്ട് വിസ അടിച്ച് ഗൾഫിലേക്ക് പോകാൻ വന്നതാ. ട്രാവൽ ഏജന്റ് അവനോട് പറയുന്നു ഇന്നടിക്കും, നാളെ അടിക്കും, അങ്ങനെ പോകുന്നു. അവൻ അറിയില്ല എന്ന് കിട്ടും. അങ്ങനെ സംശയിച്ച് പോയാൽ 18 ദിവസം വരെ ജമ്മു കസറുമാക്കാം. 18ാമത്തെ ദിവസത്തോടു കൂടി അത് അവസാനിപ്പിച്ച് പിന്നെ അവൻ പൂർത്തിയായി നിസ്കരിച്ചു കൊള്ളണം. ഇതാണ് അതിന്റെ നിബന്ധന. ഇനി യാത്രയിൽ ഒരാൾക്ക് നിസ്കാരം ഖളാ ആയി, എന്നാൽ അത് യാത്രയിൽ കസറാക്കി നിസ്കരിക്കാം. യാത്രയിൽ ഖളാ ആയ നിസ്കാരം യാത്രയിൽ കസറാക്കാം. അതേസമയത്ത് നാട്ടിൽ വെച്ച് ഖളാ ആയത് യാത്രയിൽ കസറാക്കാൻ പറ്റില്ല, തിരിച്ചും പറ്റില്ല. ഇനി ജമ്മാക്കുക എന്ന് പറഞ്ഞാൽ 2 വിധത്തിലാണ്. ജമ്മ് 2 വിധം. ഞാൻ നേരത്തെ പറഞ്ഞു, മുന്തിച്ച് ജമ്മാക്കുക, പിന്തിച്ച് ജമ്മാക്കുക. മുന്തിച്ച് ജമ്മാക്കുന്നതിന് ജമ്മു തഖ്ദീം, പിന്തിച്ച് ജമ്മാക്കുന്നതിന് ജമ്മു തഅഖീർ. ജമ്മു തഖ്ദീം അഥവാ മുന്തിച്ച് ജമ്മാക്കുന്നതിനെ കുറിച്ച് പറയാം നമുക്ക്. എങ്ങനെയാണ് മുന്തിച്ച് ജമ്മാക്കുന്നതിന് നിബന്ധന? 1, ക്രമം പാലിക്കണം. ളുഹറും അസറും ളുഹറിന്റെ സമയത്ത് നിസ്കരിക്കുന്നുവെങ്കിൽ ആദ്യം ളുഹർ തന്നെ നിസ്കരിക്കണം, ക്രമം പാലിക്കണം, നിർബന്ധമാണ്. 2, ഒന്നാമത്തെ നമസ്കാരത്തിൽ തന്നെ ജമ്മാക്കുന്നു എന്ന് കരുതണം. അത് ഒന്നാമത്തെ നമസ്കാരത്തിന് തക്ബീർ കെട്ടി നിയ്യത്ത് ചെയ്യുമ്പോൾ കരുതുകയോ അല്ലെങ്കിൽ സലാം വീട്ടുന്നതിന് മുമ്പായി കരുതുകയോ വേണം. ഇല്ലെങ്കിൽ ജമ്മാവില്ല. 2ഉം തുടർച്ചയായി നിർവഹിക്കൽ മറ്റൊരു നിബന്ധനയാണ്. 2ഉം തുടർച്ചയായി നിർവഹിക്കണം. ഒന്ന് നിസ്കരിച്ച് കുറേ സമയം കഴിഞ്ഞതിന് ശേഷം മറ്റൊന്ന് നിസ്കരിച്ചാൽ പറ്റില്ല. ഒന്ന് നിസ്കരിച്ച് ഉടനെ ഇക്കാമത്ത് കൊടുത്ത് ബാങ്ക് വേണ്ട രണ്ടാമത്തേതിന് ഇക്കാമത്ത് മാത്രം കൊടുത്ത് ഉടനെ നിസ്കരിക്കുക.
നാലാമത്തെ നിബന്ധന, രണ്ടാമത്തേതിന് ഇഹ്റാം ചെയ്യുന്നതുവരെ യാത്ര തുടരണം. രണ്ടാമത്തേതിന് ഇഹ്റാം ചെയ്യുമ്പോഴേക്കും യാത്രക്കാരൻ നാട്ടിലെത്തി പോകരുത്, വാഹനത്തിൽ നിസ്കരിക്കുകയാണെങ്കിൽ. അപ്പൊ സാധാരണത്തിൽ നമ്മൾ വാഹനത്തിലാണെങ്കിൽ വാഹനത്തിൽ നിസ്കരിക്കാവുന്നതാണ്. പക്ഷെ പ്രബലാഭിപ്രായ പ്രകാരം കിബില നിർണയം ശരിയാവാത്തത് കൊണ്ട് നമുക്ക് നാട്ടിൽ വെച്ച് പിന്നീട് അത് മടക്കി നിസ്കരിക്കണം വാഹനം ഇറങ്ങിയിട്ട്. അങ്ങനെയാണ്. അതേസമയത്ത് നമ്മൾ പ്ലെയിനിൽ യാത്ര ചെയ്യുന്നു, വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ സമയത്തെ പരിഗണിച്ചുകൊണ്ട് ആ സമയത്ത് നമ്മൾ നിസ്കരിക്കുക. സീറ്റിൽ ഇരുന്നുകൊണ്ട് നമുക്ക് നിസ്കരിക്കാം, സീറ്റിൽ ഇരുന്നുകൊണ്ട് നമസ്കരിക്കുക. അങ്ങനെ സീറ്റിൽ ഇരുന്നുകൊണ്ട് നമസ്കരിച്ച് ആ നമസ്കാരം പിന്നീട് മടക്കുക. അതാണ് അതിന്റെ ഇസ്ലാമിക രീതി. ഇനി ഒരാൾ പിന്തിച്ച് ജമ്മാക്കുന്നു. പിന്തിച്ച് ജമ്മാക്കുകയാണെങ്കിൽ അതിന് രണ്ട് പ്രധാനപ്പെട്ട നിബന്ധനകളാണുള്ളത്. ഒന്ന്, ആദ്യത്തേതിന്റെ വഖത്ത് തീരുന്നതിന്റെ മുമ്പ് ജമ്മാക്കുന്നു എന്ന് കരുതണം. ഉദാഹരണമായി ഒരാൾ മഗ്‌രിബിനെ ഇശായിലേക്ക് ജമ്മാക്കുകയാണ്. എന്നാൽ മഗ്‌രിബ് നമസ്കാരത്തിന്റെ സമയമായാൽ ആ സമയം അവസാനിക്കുന്നതിന് മുമ്പ് അവൻ ഈ മഗ്‌രിബിനെ ഞാൻ ഇശായിലേക്ക് ജമ്മാക്കുന്നു എന്ന് മനസ്സിൽ കരുതണം. ഇല്ലെങ്കിൽ മഗ്‌രിബ് ഖളാവും. മഗ്‌രിബ് നമസ്കാരം ഒരു നിസ്കാരം നിർവഹിക്കാൻ സമയം ബാക്കിയുള്ള അത്ര സമയം ഇശാ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് അവൻ നിയ്യത്ത് ചെയ്തിരിക്കണം. ബാങ്ക് കൊടുക്കുമ്പോൾ തന്നെ സമയമായെന്നറിഞ്ഞാൽ ഉടനെ നിയ്യത്ത് ചെയ്യലാണ് നല്ലത്, ഞാനിതിനെ പിന്തിച്ച് ജമ്മാക്കുന്നു എന്ന്. രണ്ടാമത്തെ നിബന്ധന, രണ്ടും കഴിയും വരെ യാത്ര തുടരണം. രണ്ട് നമസ്കാരവും കഴിയും വരെ യാത്ര. ഉദാഹരണമായി ഒരാൾ പിന്തിച്ച് ജമ്മാക്കി ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക, മഗ്‌രിബിനെ ഇശായിലേക്ക് പിന്തിച്ച് ജമ്മാക്കി. അങ്ങനെ ഈ നിസ്കാരം കഴിയുന്നതിന് മുമ്പ് അവൻ അവന്റെ നാട്ടിലെത്തി. അങ്ങനെ വന്നാൽ അവന്റെ ജമ്മ് നഷ്ടപ്പെടും. അവൻ മഗ്‌രിബ് നമസ്കാരം നിർവഹിക്കണം. ആ മഗ്‌രിബ് നമസ്കാര ശേഷം ഇശ വേറെ നമസ്കരിക്കണം. സ്വാഭാവികമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രണ്ട് നമസ്കാരവും കഴിയും വരെ യാത്രക്കാരനാകണമെങ്കിൽ മാത്രമേ പിന്തിച്ച് ജമ്മാക്കുന്നത് ശരിയാവൂ. ഇനി കസറാക്കുക എന്നതിന്റെ നിബന്ധന, പൂർത്തിയാകുന്നവനെ തുടരാൻ പാടില്ല. 2 റക്അത്താണല്ലോ കസറാക്കുക. 4 റക്അത്തുള്ള നിസ്കാരത്തെ 2 നിസ്കരിക്കുന്നയാൾ പൂർത്തിയായി നിസ്കരിക്കുന്നവനെ പിന്തുടരാൻ പാടില്ല. ഒരു പള്ളിയിൽ നമ്മൾ കയറുന്നു, ആ പള്ളിയിൽ ജമാഅത്ത് നടക്കുന്നു, കസറാക്കാനാണ് ഉദ്ദേശം. എന്നാൽ പൂർത്തിയായി നിസ്കരിക്കുന്ന ഇമാമിനെ തുടരാൻ പാടില്ല. 2, നിയ്യത്തിൽ കസർ കരുതണം. നിയ്യത്ത് ചെയ്യുമ്പോൾ തന്നെ കസറാക്കി 2 റക്അത്താക്കി ഞാൻ നിസ്കരിക്കുന്നു എന്ന് കരുതണം. നിസ്കാരം കഴിയുന്നവരെ യാത്ര തുടരണം. നിയ്യത്തിന് എതിര് ചെയ്യാതിരിക്കണം. കസറാക്കിയെന്ന് കരുതി പിന്നെ അങ്ങ് 4 ആക്കാമെന്ന് തീരുമാനിച്ചു, പറ്റില്ല. ഈ നിബന്ധനകൾ പാലിച്ചാൽ മാത്രമേ ജമ്മും കസറും ശരിയാവും. ഇനി ജമ്മാക്കുമ്പോൾ സുന്നത്ത് എങ്ങനെ നിസ്കരിക്കാം? ജമ്മാക്കി നിസ്കരിക്കുന്ന ഒരാൾ എങ്ങനെ റവാത്തിബ് സുന്നത്ത് നിസ്കരിക്കും? ഉദാഹരണം, ളുഹർ. ആദ്യം ളുഹറിന് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക. ആദ്യം ളുഹറിന് മുമ്പുള്ള 2 റക്അത്ത്, ശേഷം ളുഹർ നിസ്കരിക്കുക, ശേഷം അസർ ഉടനെ നിസ്കരിക്കുക. ആ 2 നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ളുഹറിന് ശേഷമുള്ള സുന്നത്ത് നിസ്കരിക്കുക, പിന്നെ അസറിന് മുമ്പുള്ള സുന്നത്ത് നിസ്കരിക്കുക. ഈ രീതി ശരിയായി. ഹനഫി മദ്ഹബുകാർക്ക് യാത്രയിൽ കസർ വാജിബാണ്. എന്നാൽ അവർക്ക് ജമ്മ് അറഫയിലും മുസ്ദലിഫയിലും മാത്രമേ ഉണ്ടാവൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അവര് ഈ രീതിയിലാണ് പിന്തുടരുക. ഇനി നമുക്ക് മയ്യത്ത് നമസ്കാരത്തെ കുറിച്ച് പഠിക്കാം. മയ്യത്ത് നമസ്കാരം വളരെ അനിവാര്യമാണ്. തീർച്ചയായും നമ്മുടെ ബന്ധുക്കൾ, പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കൾ മരിക്കുമ്പോൾ അവർക്ക് വേണ്ടി നമുക്ക് അവസാനം ചെയ്തു കൊടുക്കാനുള്ള ഏറ്റവും പുണ്യപ്പെട്ട അമൽ മയ്യത്ത് നമസ്കാരമാണ്. നമ്മുടെ ഒരു സുഹൃത്ത് മരിച്ചാൽ, നമ്മുടെ ബന്ധു മരിച്ചാൽ, നമുക്ക് വേണ്ടപ്പെട്ടവൻ മരിച്ചാൽ, ഏതൊരു മുസ്ലിം മരിച്ചാലും ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനുള്ള കടപ്പാടുകളിൽ പ്രധാനമാണ് അവന്റെ ജനാസ പരിപാലനം. ആ ജനാസ പരിപാലനം ഫർദ് കിഫായയാണ്. സമൂഹത്തിൽ ഏതെങ്കിലും ഒരാൾ ചെയ്താൽ മതി, എങ്കിലും നമ്മളെല്ലാവരും അത് ചെയ്യൽ വളരെ പുണ്യപ്പെട്ട കാര്യമാണ്. ഇത് ഫർദ് കിഫായയാണ്. ഒരു പുരുഷൻ നിസ്കരിച്ചാലും ബാധ്യത തീരും. ജമാഅത്ത് ഇതിൽ സുന്നത്താണ്. ഇമാമാകാൻ കൂടുതൽ ബന്ധപ്പെട്ടത് അവന്റെ കുടുംബത്തിൽ നിന്ന് സ്ത്രീകളല്ലാത്ത മയ്യത്ത് കുളിപ്പിക്കാൻ ബന്ധപ്പെട്ട ആള് തന്നെയാണ്. അയാൾ തന്നെയാണ്. ബാപ്പ മരിച്ചാൽ മക്കൾ ഇമാമ നിൽക്കണം. ഏറ്റവും പ്രസിദ്ധനായ ഒരു പണ്ഡിതനെയോ സയ്യിദിനെയോ, ഉദാഹരണമായി ശിഹാബ് തങ്ങൾ വരുന്നു ഇമാമത്ത് നിൽക്കാൻ, നമുക്ക് സന്തോഷമാണ്. അതുപോലെ നമ്മുടെ ഉസ്താദുമാർ ആരെങ്കിലും വരുന്നു, അവരെ നിർത്തിയാൽ ഏറ്റവും പുണ്യം കിട്ടുമെന്ന് നമുക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് അവരെ നമ്മൾ നിർത്തും. അല്ലെങ്കിൽ നല്ലത് മക്കൾ തന്നെ നേതൃത്വം കൊടുക്കലാണ് പിതാവിന്. ഫർളായ മയ്യത്ത് നിസ്കാരം ഞാൻ നിർവഹിക്കുന്നു എന്നാണ് നിയ്യത്ത് ചെയ്യേണ്ടത്. നിയ്യത്തിന് നിർബന്ധം അത്രമേ ഉള്ളൂ. ഉസല്ലിൽ ഫർള അലാ ഹാദൽ മയ്യത്തി, അത്രയേ ഉള്ളൂ. ഈ ഫർളായ മയ്യത്ത് നമസ്കാരം ഞാൻ നിസ്കരിക്കുന്നു, അല്ലെങ്കിൽ ഈ മയ്യത്തിന്റെ പേരിലുള്ള ഫർദ് നമസ്കാരം ഞാൻ നിസ്കരിക്കുന്നു, മതി. എന്നാൽ മുത്തവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി അർബഅ തക്ബീറാത്തിൻ ലില്ലാഹി തആല എന്നുകൂടി പറയൽ സുന്നത്തുണ്ട്. മയ്യത്ത് സ്ഥലത്തില്ലാന്നിരിക്കട്ടെ, ദൂരെയുള്ളൊരു മയ്യത്ത്, നമ്മൾ കത്ത് വന്ന് അല്ലെങ്കിൽ വിവരമറിഞ്ഞ് നമസ്കരിക്കുന്നു, അങ്ങനെയാണെങ്കിൽ ഇന്നയാൾക്ക് വേണ്ടി നിസ്കരിക്കുന്നു എന്ന് കരുതണം. അല്ലെങ്കിൽ ഇമാം നിസ്കരിക്കുന്ന മയ്യത്തുകളുടെ മേൽ ഞാൻ നിസ്കരിക്കുന്നു എന്ന് പൊതുവെ കരുതിയാലും മതി. നിയ്യത്ത് തക്ബീറത്തുൽ ഇഹ്റാമിനോട് യോജിക്കുകയും ഇമാമോടൊന്നിച്ച് എന്ന് കരുതുകയും വേണം. അതതിന്റെ നിബന്ധനയാണ്. മയ്യത്ത് നിസ്കാരം 4 തക്ബീറുകളോടെയാണ് നിർവഹിക്കേണ്ടത്. ഈ 4 തക്ബീറുകളും ഫർളാണ്. ഓരോ തക്ബീർ ചൊല്ലുമ്പോഴും കൈകൾ ചുമലിന് നേരെ ഉയർത്തിയ ശേഷം സാധാരണ നിസ്കാരത്തിലെ പോലെ കൈവെക്കണം. 1ാമത്തെ തക്ബീറിന് ശേഷം വജ്ജഹത്ത് സുന്നത്തില്ല. സാധാരണ നിസ്കാരം പോലെ മയ്യത്ത് നമസ്കാരത്തിൽ വജ്ജഹത്ത് സുന്നത്തില്ല. ഔദ് മുതൽ ഫാത്തിഹ ഓതി ആമീൻ പറയണം. 1ാമത്തെ തക്ബീർ ചൊല്ലി ഫാത്തിഹ ഓതി ആമീൻ പറയുക. ശേഷം സൂറത്ത് സുന്നത്തില്ല.
സൂറത്ത് സുന്നത്തില്ല. ഫാത്തിഹ ഓതിക്കഴിഞ്ഞാൽ രണ്ടാം തക്ബീർ ചൊല്ലി കൈകെട്ടുക. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുക. അത്തഹിയ്യാത്തിൽ നമ്മൾ ചൊല്ലുന്ന അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ ഇന്നക ഹമീദും മജീദ് വരെയുള്ള സ്വലാത്ത്. മൂന്നാമത്തെ തക്ബീറിന് വേണ്ടി കൈകെട്ടിയതിനു ശേഷം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ മൂന്നാം തക്ബീർ ചൊല്ലിയതിനു ശേഷം മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യുക. എങ്ങനെയാണ് മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കൽ? അല്ലാഹുമ്മ ഉഗ്ഫിർ ലഹു വർഹംഹു വഅഫു അൻഹു വആഫിഹി വഅക്രിം നുസുലഹു വവസ്സി മദ്ഖലഹു വഅസിൽഹു ബിൽ മാഇ വസ്സൽജ് والبرد ونقه من الخطايا كما ينقى الثوب الابيض من الدنس وابدله دارا خيرا من داره واهلا خيرا من اهله وزوجا خيرا من زوجه وادخله الجنه واعيذه من عذاب القبر وفتنته ومن عذاب النار. ഇനി മയ്യത്ത് സ്ത്രീയുടേതാണെങ്കിൽ, നമ്മുടെ മുമ്പിലുള്ള മയ്യത്ത് സ്ത്രീയുടേതാണെന്നിരിക്കട്ടെ, അവിടെയൊക്കെ നമ്മൾ ഹി എന്നുള്ള ഭാഗത്ത് ഹാ എന്നാ പറയേണ്ടത്. അവൻ എന്നതിന് പകരം അവൾ. അല്ലാഹുമ്മ ഉഗ്ഫിർ ലഹു എന്ന് പറഞ്ഞാൽ അള്ളാഹുവെ അവന് പുറത്തു കൊടുക്കണേ ഈ മയ്യത്തിന്. അതേസമയം സ്ത്രീ ആവുമ്പോൾ അല്ലാഹുമ്മ ഉഗ്ഫിർ ലഹാ, പടച്ചവനെ അവൾക്ക് പുറത്തു കൊടുക്കണേ. അപ്പോഴെങ്ങനെ പറയും? അല്ലാഹുമ്മ ഉഗ്ഫിർ ലഹാ വർഹംഹാ വഅഫു അൻഹാ വആഫിഹാ വഅക്രിം നുസുലഹാ വവസ്സി മദ്ഖലഹാ വഅസിൽഹാ ബിൽ മാഇ വസ്സൽജി വൽ ബറദി വനക്കിഹാ